പ്രിയ സുഹൃത്തുക്കളെ, ഇന്നലെയും ഇന്നും വളരെ സങ്കടകരമായ വാർത്തകൾ വായിച്ചുകൊണ്ടാണ് കേട്ടുകൊണ്ടാണ് നമ്മൾ ഉണർന്നെഴുന്നേറ്റത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കുവൈറ്റിലുണ്ടായ ഒരു തീപിടുത്തത്തിൽ ഏകദേശം 50ഓളം പേരാണ് മരണപ്പെട്ടത്. നമ്മളെ കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പകുതിയും മലയാളികളാണ് എന്നതാണ്. അപ്പോൾ അവർക്കെല്ലാവർക്കും അനുശോചനം നേർന്നുകൊള്ളുന്നു. ആക്ച്വലി ഇന്ന് ഞാൻ വേറൊരു വീഡിയോ ആണ് പബ്ലിഷ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ഈ ഒരു കുവൈറ്റ് ദുരിതവുമായി ബന്ധപ്പെട്ട് എന്നെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മിസ് ചെയ്യുന്ന ഒരു കാര്യത്തെ ഓർമ്മപ്പെടുത്തുക എന്നതാണ് ഇന്നേ ദിവസം ഞാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പലപ്പോഴും വിട്ടു പോകാറുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുക എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ചെറിയൊരു പ്രിക്കോഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബം വഴിയാധാരം ആകുന്നൊരവസ്ഥ വരില്ല. അപ്പോൾ അതിനുവേണ്ട പ്രിക്കോഷൻ നമ്മൾ ഇന്ന് എടുക്കുക എന്നത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ഞാൻ ഇതിനു മുൻപ് പല വീഡിയോയിലൂടെയും ലൈഫ് ഇൻഷുറൻസിൻ്റെ പ്രാധാന്യം എന്താണ് എന്നതിനെക്കുറിച്ചെല്ലാം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് പല ആൾക്കാരും ഇനിയും സമയമുണ്ടല്ല എന്ന് വിചാരിച്ച് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നീക്കി വെക്കുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷെ നമുക്കറിയാം, മരണം ഏത് വിധേനയാണ് വരുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കുവൈറ്റിൽ മരിച്ച ആൾക്കാരെല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇപ്പം നമുക്ക് ഈ തീപിടുത്തം, താഴത്തെ ഒരു ഫ്ലാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ പൊള്ളലേറ്റ് മരിച്ചത് വെറും 4 പേരാണ്. ഈ 50 പേരിൽ വെറും 4 പേര് മാത്രമാണ് പൊള്ളലേറ്റ് മരിച്ചത്. ബാക്കി വരുന്ന എല്ലാവരും തന്നെ ശ്വാസം മുട്ടി, അതായത് വിഷവാതകം ശ്വസിച്ചാണ് താഴെ ഉണ്ടായ ആ തീപിടുത്തത്തെ തുടർന്നുണ്ടായ പുക ശ്വസിച്ചാണ് ഭൂരിഭാഗം ആൾക്കാർ മരിച്ചത്. അപ്പോൾ ഏത് രീതിയിലാണ് നമ്മളിലേക്ക് മരണം വരുന്നത് എന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ കുടുംബത്തിനെ സംബന്ധിച്ച് എനിക്കൊരു ഫിസിക്കൽ പ്രസൻസ് ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാനൊരു ഇൻകത്തിൻ്റെ സോഴ്സുമാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ കുടുംബത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല തരത്തിലുള്ള എക്സ്പെൻസുകളുണ്ട്. ഇപ്പോൾ ഈ കുവൈറ്റിൽ മരിച്ച വ്യക്തികളാണെങ്കിലും നമ്മുടെ ലൈഫിലാണെങ്കിലും അവരെല്ലാവരത്തിന് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ഉണ്ട്. ഇപ്പോൾ അവർ പലരും നമുക്ക് ഇന്നത്തെ പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പല ആൾക്കാരും വീട് പണി പൂർത്തീകരിക്കാൻ വേണ്ടി, വീട് പണി ആയിട്ട് ബന്ധപ്പെട്ട 6 മാസം മുൻപ് വന്നവരുണ്ട്, വീട് പണി പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ വീട് പണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ചിലപ്പോൾ കുറേ ലോണും കടബാധ്യതകളും മറ്റു സംഭവങ്ങളൊക്കെ ഏറ്റെടുത്ത് വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് യൂട്ടിലിറ്റി ബിൽസ്, അങ്ങനത്തെ കുറേ എക്സ്പെൻസുകളുണ്ടാവും. പിന്നെ അതോടൊപ്പം തന്നെ വെക്കേഷൻ ഉണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും ഒരു കാറ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ EMIs, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ അതോടൊപ്പം തന്നെ നമ്മളെ കുടുംബാംഗങ്ങൾക്ക് ഇപ്പം ഈ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ഉണ്ടാവും. പിന്നെ ഡ്രസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരുടെ പല മക്കളും, ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാരും ചെറുപ്പക്കാരാണ്. ഏകദേശം ഒരു 30 വയസ്സിനും ഒരു 45 വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാരാണ് ഈ ഒരു തീപിടുത്തത്തിൽ മരിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെറിയ കുട്ടികൾ അവരുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ എക്സ്പെൻസുകളെല്ലാം നമ്മൾ എവിടെ നിന്നാണ് മാനേജ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ഇൻകത്തിൽ നിന്ന്, നമ്മളുടെ വരുമാനത്തിൽ നിന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ വരുമാനം ഇവിടെ നേരെ ഇല്ലാതായി. അത് ഈ പറഞ്ഞ ഈ തരത്തിലുള്ള ദുരിതങ്ങളാകണമെന്നില്ല, എന്തെങ്കിലും ഒരു അസുഖമായിരിക്കാം, പല രീതിയിലും. കാരണം നമുക്കിപ്പോൾ സാധാരണ രീതിയിൽ ഒരു ബൾബ് മേടിക്കാൻ പോകുമ്പോൾ പോലും നമ്മൾ എത്ര വർഷത്തെ ഗ്യാരണ്ടി എല്ലാം ചോദിക്കാറുണ്ട്. പക്ഷേ ഈ ചോദിക്കുന്ന നമുക്ക് ഈവൻ 1 സെക്കൻഡിൻ്റെ പോലും ഗ്യാരണ്ടിയോ വാരണ്ടിയോ ഇല്ല എന്ന കാര്യം നമ്മൾ മറക്കാറുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ കുടുംബത്തിൻ്റെ ഫിസിക്കൽ പ്രസൻസിനോടൊപ്പം എൻ്റെ കുടുംബത്തിലേക്ക് ഇൻകത്തിൻ്റെ ഒരു സോഴ്സും കൂടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഇത്രയും പേര് ഏകദേശം 50ഓളം പേരും മരിച്ചു. ഈ 50 പേരെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ഏകദേശം ഒരു 200-300 പേരുകളുണ്ടാവും, വ്യക്തികളുണ്ടാവും. അതിൽ ചെറിയ കുട്ടികളൊടങ്ങി പ്രായമായ വ്യക്തികൾ വരെ ഉണ്ടാവും. അപ്പോൾ ഈ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് വന്ന സമയത്ത് ഇവരെല്ലാവരുടെയും സ്വപ്നങ്ങളാണ് ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതായി പോയിരിക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അവർക്ക് സപ്പോർട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ അവർ സപ്പോർട്ട് ചെയ്യുമായിരിക്കാം, പക്ഷേ അത് എത്രത്തോളം അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലൈഫിന് ആവശ്യമായിട്ടുള്ള ഒരു ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻഷുറൻസിലേക്ക്, അതായത് എൻഡോമെൻറ്റ്, മണി ബാക്ക്, യുലിപ്പ് പോലുള്ള ഒരു പോളിസികളിലേക്ക് പോകരുത്. പ്യുവറായിട്ടുള്ള ടേം ഇൻഷുറൻസ്, ഒരു ടേം ഇൻഷുറൻസ് നിങ്ങൾ എടുക്കണം. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ പരിചയത്തിൽ ഇപ്പം നിങ്ങളടുത്ത് ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് ഏജൻറ്റ് ഉണ്ടെങ്കിൽ അവർ നോർമൽ സിറ്റുവേഷനിൽ അവർ നിങ്ങളിലേക്ക് സെല്ല് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു എൻഡോമെൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ എൻഡോമെൻറ്റ്, മണി ബാക്ക്, യുലിപ്പ് പോലെയുള്ള പോളിസികളായിരിക്കും. ഒരു കാരണവശാലും അവരിൽ നിന്ന് അങ്ങനത്തെ പോളിസികൾ എടുക്കരുത്. ടേം ഇൻഷുറൻസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ ഞാനിപ്പോൾ ഒരു ഹ്യൂമൻ ലൈഫ് വാല്യൂ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഹ്യൂമൻ ലൈഫ് വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ കുടുംബത്തിലേക്ക് കൊടുക്കുന്ന ഇൻകത്തിനെ ബേസ് ചെയ്ത് എനിക്ക് എത്ര ഇൻഷുറൻസ് കവറേജ് വേണം എന്ന് കണക്കൂട്ടുന്ന ഒരു മെത്തേഡാണ് ഹ്യൂമൻ ലൈഫ് വാല്യൂ. നിങ്ങൾക്ക് എത്ര ഇൻഷുറൻസ് കവറേജ് വേണം എന്ന് കണക്ക് കൂട്ടണമെങ്കിൽ നിങ്ങൾ ഡൈസ് ഇൻവെസ്റ്റിൻ്റെ വെബ്സൈറ്റ് എടുത്തതിന് ശേഷം ഇവിടെ കാൽക്കുലേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ലൈഫ് ഇൻഷുറൻസ് പ്ലാനിംഗ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എത്രയാണ് മന്ത്ലി എക്സ്പെൻസ്, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു 50,000 രൂപ മന്ത്ലി എക്സ്പെൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ നിലവിൽ ഔട്ട്സ്റ്റാൻഡിങ് ലോൺസ് ഇപ്പോൾ ഒരു 10-20 ലക്ഷം രൂപ ഔട്ട്സ്റ്റാൻഡിങ് ലോൺസ് ഇപ്പോൾ ഒരു 20 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. ഇനി സപ്പോസ് ഇപ്പം നിലവിൽ ഇപ്പോൾ നമുക്കൊരു 7% ഇപ്പം നമുക്ക് ബാങ്ക് എഫ് ടി എന്നൊക്കെ ആവറേജ് കിട്ടുന്നു, ഒരു 7% ഇൻഫ്ലേഷൻ സംഭവിക്കുന്നു. ഇനി ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ എൻ്റെ ഏജ് 30 വർഷം ഉണ്ടെങ്കിൽ ഇനി 30 വർഷം കൂടി ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ 30 വർഷം കൂടി എൻ്റെ ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതെല്ലാം കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഗോളുകൾ, ഇപ്പോൾ കുട്ടികൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്ക് 40 വയസ്സാണ്. ഇപ്പോൾ എനിക്ക് 20 വർഷം കൂടി എന്നെ സംബന്ധിച്ച് എൻ്റെ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെ മോൻ്റെ ഒരു ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ഇപ്പോൾ സപ്പോസ് എനിക്കൊരു 30 ലക്ഷം രൂപ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ കാണാൻ സാധിക്കും എനിക്ക് വേണ്ട ഇൻഷുറൻസ് കവറേജ്. അതായത് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഏകദേശം 1,70,00,000 രൂപയുടെ ഇൻഷുറൻസ് കവറേജ് എന്നെ സംബന്ധിച്ച് എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ 1 കോടിയുടെ ഇൻഷുറൻസ് കവറേജ് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളൊരു കാരണവശാലും ഒരു എൻഡോമെൻറ്റ് പോലെയുള്ള പോളിസികളെ ഒന്നും പോകരുതെന്ന്. ഇപ്പോൾ നമുക്ക് ഏത് പോളിസി എടുക്കണം, ഇപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് എൻഡോമെൻറ്റ് പോളിസികളിലൊന്നും പോകാൻ പാടില്ല എന്ന് പറയാൻ കാരണം, ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി LICയുടെ തന്നെ ഒരു എൻഡോമെൻറ്റ് പ്ലാനും പിന്നെ ടേം ഇൻഷുറൻസും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു തരാം. ഇപ്പോൾ LICയുടെ ന്യൂ എൻഡോമെൻറ്റ് പ്ലാൻ ഇപ്പോൾ ഒരു 37 വയസ്സുള്ള ഒരു വ്യക്തി ഇപ്പോൾ ഒരു കോടി രൂപയുടെ കവറേജ് എടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് 4,38,000 രൂപ പ്രീമിയം അടയ്ക്കേണ്ടി വരും. എത്ര പേർക്ക് ഇത്തരം ഇൻഷുറൻസ് കവറേജിന് വേണ്ടി ഇത്ര എമൗണ്ട് അടക്കാൻ പറ്റും? അതേസമയം ഇപ്പോൾ LICയുടെ തന്നെ ജീവൻ നമ്പർ എന്ന് പറഞ്ഞൊരു പോളിസി 37 ഒരു വ്യക്തി 21 വർഷത്തേക്ക് ടേം ഒരു കോടി രൂപയുടെ കവറേജ് എടുക്കണമെങ്കിൽ 22,000 രൂപ പ്രീമിയം അടച്ചാൽ മതി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് സെയിം ഏജുള്ള ഒരു വ്യക്തിക്ക് ഇപ്പോൾ സെയിം കമ്പനിയിൽ നിന്ന് 2 പോളിസികൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന പ്രീമിയത്തിൽ വരുന്ന വ്യത്യാസം, അതായത് ഇവിടെ 22,000 രൂപ പ്രീമിയം വരുന്ന സമയത്ത് ഇവിടെ 4,38,000 രൂപയോളമാണ് പ്രീമിയം വരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇത്രയും പ്രീമിയത്തിലുള്ള ഈ പോളിസിയൊക്കെ നിങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം, എന്തെങ്കിലും കാരണവശാൽ ഇപ്പം നിങ്ങൾക്ക് നല്ല ഇൻകം ഉണ്ട്, നിങ്ങൾ ഇത്രയും പ്രീമിയം അടച്ച് പോളിസി എടുത്തു, പക്ഷെ നാളെ നിങ്ങൾക്ക് അടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പോളിസി ലാപ്സാവും.
അതേസമയം ഈ ഒരു എമൗണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് അടച്ചുകൊണ്ട് പോകാനും നമുക്ക് സാധിക്കും. അതിപ്പോൾ LIC തന്നെ നമുക്ക് എടുക്കണമെന്നില്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇത് ഞാനിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നോർമലി നമുക്ക് LICയുടെ ഒരു ഇത് കാണിച്ചെന്ന് മാത്രം. നമ്മളെ സംബന്ധിച്ച് നമുക്ക് വേറെ ഇപ്പോൾ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ സിറ്റുവേഷനിൽ ഇതിനേക്കാൾ, അതായത് ഇപ്പം നമുക്ക് നോക്കി ഇപ്പം മാക്സിൻ്റെ ഒക്കെ ഇപ്പോൾ ഒരു പുതിയൊരു പോളിസി ഇറങ്ങിയിട്ടുണ്ട്. ഈവൻ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ ടേം ഇൻഷുറൻസ് എടുത്തതിന് ശേഷം നമുക്കൊരു 70 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി പോളിസി നമുക്ക് വേണ്ട, അതായത് ഇനി കവറേജ് വേണ്ട എന്ന് വെക്കണമെങ്കിൽ നമുക്ക് തിരിച്ച് ഫുൾ എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടാൻ സാധിക്കുന്ന രീതിയിലുള്ള പോളിസികളെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു ഇൻഷുറൻസ് ഏജൻറ്റോ അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് പരിചയത്തിലുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ എൻഡോമെൻറ്റ് പോളിസി മണി ബാക്കൊക്കെ സെല് ചെയ്യാൻ നോക്കും. അങ്ങനത്തെ പോളിസിയിലേക്ക് പോകരുത്. ടേം ഇൻഷുറൻസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അങ്ങനത്തെ ഏതെങ്കിലും ഒരു പോളിസി എടുത്തിട്ട് ഒരു കുടുംബത്തെ ഒരു ഫിനാൻഷ്യലി പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ എനിക്ക് ഏകദേശം ഒരു 2.5-3 കോടി രൂപയോളം ഇൻഷുറൻസ് കവറേജ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഒരു കാരണവശാലും വലിയൊരു സ്ട്രഗിളിലേക്ക് പോകില്ല എന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാൻ എനിക്ക് സാധിക്കും. അപ്പോൾ അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി ഞാനിപ്പോൾ ഈ 2.5-3 കോടി രൂപയ്ക്ക് എല്ലാവരും കൂടി ഏകദേശം ഒരു 50,000-60,000 രൂപ ഞാൻ ഒരു വർഷം പ്രീമിയം അടക്കുന്നുണ്ട്. ആകെ അത്ര അടക്കുന്നുള്ളൂ. അതായത് ഈ 60,000 ഞാൻ അടക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിക്ക് ഏകദേശം ഒരു 3 കോടി രൂപയോളം എമൗണ്ട് കിട്ടും. അപ്പോൾ വളരെ കുറഞ്ഞ തുകയിൽ തന്നെ നമുക്ക് ഫാമിലിയെ ഒരു ഫിനാൻഷ്യലി നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ചെയ്യുക എന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇൻഷുറൻസ് സംബന്ധമായിട്ട് ഏതെങ്കിലും സപ്പോർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ കസ്റ്റമർ സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ഈ വീഡിയോ താങ്കളെല്ലാ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക. മിക്കവരും വളരെ നിസ്സംഗതയോടെ കാണുന്ന ഒരു മേഖലയാണ്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവിച്ചാൽ, ഇന്ന് നിങ്ങൾ മരണപ്പെട്ടാൽ എന്തായിരിക്കും നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ? അതൊന്ന് ചിന്തിക്കുക. അത് ചിന്തിച്ചിട്ട് ശരിയായ രീതിയിലുള്ള തീരുമാനം എടുക്കുക.